കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. എന്നെ ശ്രവിക്കുന്ന ദൂരത്തും ചാരത്തും ദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവരായ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ഞങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മെ കാത്തുപരിപാലിച്ച സ്വർഗീയ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടെ നമുക്ക് ഈ ഭൂമി നൽകി തന്ന ആ ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം കരയറ്റുകയാണ്. എൻ്റെ പേര് ജോബി എന്നാണ്. ഗുജറാത്തില് സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ദ ചർച്ച് ഓഫ് ഗോഡ് കല്ലമ്പല ദൈവസഭയുടെ ശുശ്രൂഷകനായി മിഷണറിയായി ഞാനിവിടെ കുടുംബമായി വേലയിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് വൈഫ് ജോയ്സി, 3 കുഞ്ഞുങ്ങൾ, ആൻ, എലൻ, ഐറിൻ, ഇങ്ങനെ 3 കുഞ്ഞുങ്ങളും ദൈവം ജ്ഞാനമായി തന്നിട്ടുണ്ട്. കുടുംബമായി ഇത് 3-ാമത്തെ വർഷമാണ് ഇവിടെ സൂററ്റിന്റെ പ്രദേശത്തായിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ വേലകൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന ചിലരെങ്കിലും ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെങ്കിലും ഈ മിഷൻ ഫീൽഡുകളിൽ ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മിഷൻ ഫീൽഡുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ നമ്മുടെ ഭാരതത്തിലെ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ഓർത്ത് പട്ടണങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ നിങ്ങൾ ദയവായി ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ 1-2 വാക്കുകൾ സാക്ഷ്യത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ. ഞാൻ ഇവിടെ വന്നതിൻ്റെ 1 വർഷത്തിന് ശേഷം ഞാൻ വന്ന സമയത്ത് ഇവിടെ 2 ആരാധനകളാണ് ഉണ്ടായിരുന്നത്. ഞായറാഴ്ച രാവിലെയും ഞായറാഴ്ച വൈകുന്നേരവും അങ്ങനെ 2 ആരാധനകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവകൃപയാൽ ഞങ്ങൾ വന്നതിന് ശേഷം ഏകദേശം 3-ാമത്തെ മാസമായപ്പോഴേക്കും ദൈവം ഞങ്ങൾക്ക് പുതിയ 2 മിഷൻ ഫീൽഡുകൾ നൽകി. 1 വർഷം പിന്നിടുന്നതിന് മുൻപേ 3 ആരാധനകൾ, ഒരു ഞായറാഴ്ച 3 ആരാധനകൾ നടത്തുന്ന വളരെ ടൈറ്റ് ഷെഡ്യൂളുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തി. പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം മഹത്വം കാണുന്ന ശുശ്രൂഷകളൊക്കെ ദൈവം പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവം അയച്ചു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഡിസംബർ മാസം 15-ാം തീയതി ഒരു കൂട്ടം ഈ സുവിശേഷ വിരോധികളായിരിക്കുന്ന വിജലം എന്നൊക്കെ വിളിക്കുന്ന സഹോദരന്മാര് ഞങ്ങളുടെ ആരാധനയ്ക്ക് ആരാധന ആസ്വാദം പറഞ്ഞ് തീർന്ന സമയത്ത് ഞങ്ങളുടെ ആരാധനാലയത്തിൽ കടന്നു കയറി. ആരാധനാലയത്തിൽ എന്ന് പറയുമ്പോൾ ആരാധനാലയമല്ല, ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിൽ 12 വർഷമായ ആരാധന കൂടെ നടന്നുകൊണ്ടിരുന്നതാണ്. അവിടെ കടന്നു കയറി അല്പമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ പൂട്ടിയിടുകയും ഒക്കെ ചെയ്തു. വിശ്വാസികൾ അന്ന് വളരെ കുറവായിരുന്നു. പൂട്ടിയിടുകയും വലിയ പ്രയാസമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലെ ആരാധന നിന്നുപോയി. നവാഗാം എന്ന് പറയുന്ന സ്ഥലത്ത് സൂററ്റിൽ വൈകുന്നേരം നടന്നിരുന്ന ആരാധന, അവിടെയും അതിന് തൊട്ട് പുറകിലൊരു പ്രയാസം നടന്നുകൊണ്ട് വീട്ടിൽ അവിടെ നടന്നിരുന്ന ആരാധനയിൽ നിന്നുപോയി. ഗംഗാത്തട എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്, ഇവിടെ 36 കിലോമീറ്റർ ദൂരമുണ്ട്. ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആരാധനയും അതോടൊപ്പം ബന്ദ് ചെയ്യേണ്ടതായി വന്നു. ഒരു ഗ്രാമപ്രദേശത്തായിരുന്നുകൊണ്ട് ആ ആരാധനയും ബന്ദ് ചെയ്യേണ്ടതായി വന്നു. ഇപ്പോൾ ആരാധനകളെല്ലാം ഓൺലൈനാണ്. വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പുതിയ 2 സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് കുറച്ചുകൂടെ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടക്കുകയാണ്. ഇതാണ് സൂറത്തിലെ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തന മേഖലകളുടെയും സുവിശേഷ പ്രവർത്തനങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ആരാധനകൾ കൊഴിഞ്ഞു പോയതോടെ, ആരാധനകൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ആരാധനകൾ നിന്നുപോയതോടുകൂടി പലതരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഞെരുക്കങ്ങളൊക്കെ വരികയുണ്ടായി. എന്നാൽ ദൈവം അതിൻ്റെയൊക്കെ നടുവിൽ ഞങ്ങളെ നടത്തുന്നു. എന്നാലും ഞങ്ങളുടെ പുറകെ ഉള്ള ഇവരുടെ ചുറ്റിക്കറക്കങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഇതുപോലെ ബോംബെയിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വർഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു കോമൺ വർഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോകാനായി ഞായറാഴ്ച രാവിലെ അവിടെ എത്തണം. അതിന് പോകാനായി ഒരു ടാക്സി വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ആ ടാക്സി ഓടിച്ച ആള് ഞങ്ങളുടെ വീട്ടിൽ ഇവരോടൊപ്പം വന്നയാളാണ്. അദ്ദേഹവുമായി അല്പമായി സംസാരിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സൂററ്റിലെ ദൈവസഭകൾ, ഗുജറാത്തിലെ ദൈവസഭകൾ എല്ലാം വളരെ വെല്ലുവിളികളുടെ നടുവിലാണ്. പല സഭകളിലും അറ്റാക്ക് ചെയ്യപ്പെടുകയുണ്ടായി. പല പ്രിയപ്പെട്ടവരും ദേവദാസന്മാരും അറ്റാക്ക് ചെയ്യപ്പെടുകയുണ്ടായി. നിങ്ങൾ അറിയുന്നുണ്ടല്ലോ.
അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളെ ദൈവ ദിവസങ്ങളിൽ നിർമൂലീകരിക്കേണ്ടതിന് അതിന്മേലൊരു ദൈവികമായിരിക്കുന്ന നിയന്ത്രണം ദൈവം കൊണ്ടുവരേണ്ടതിന് ഒരുപക്ഷെ സുപ്രീം കോടതി വിധി പോലുള്ള ഏതെങ്കിലും ഉടനടി ഉള്ളതായിരിക്കുന്ന ദൈവിക ഇടപെടലുകൾ ചില ഗവൺമെന്റ് ഏജൻസി മുഖേന ദൈവം നടത്തിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ശമനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടുള്ള ആരാധന പോലും സാധ്യമാകത്തുള്ളൂ. ദയവായി നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നു ഗാഡ് ഈസ് ഇൻ കൺട്രോൾ, കൺട്രോൾ. ദൈവം ഇതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ ആഴമായി വിശ്വസിക്കുകയാണ്. കൂട്ടായ്മകൾ വെള്ളി ശനി ദിവസങ്ങളിൽ കൂട്ടായ്മകൾ നടക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം ഒരു വീട്ടിൽ ഏകദേശം ഒരു 9-10 പേരോളം വരുന്ന ഒരു വീട്ടിൽ ഞങ്ങൾ വൈകുന്നേരം ഒരു ഓഫ്ലൈൻ ആരാധന നടത്താറുണ്ട്. അത് മാത്രമാണ്. ബാക്കി സാധുക്കളായ ജനങ്ങളാണ്. അങ്ങനെ വരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലുള്ള ടൈറ്റ് കൊടുക്കുന്ന സ്വോത്രകാഴ്ച ദശാംശമൊക്കെ കൊടുക്കുന്ന അത്രമാത്രം ബോധവൽക്കരിക്കപ്പെട്ടവരുമല്ല. കാര്യമായ രീതിയിൽ നമ്മളെ അങ്ങനെ സഹായിക്കുവാൻ കെൽപ്പുള്ള ആൾക്കാരുമല്ല. കൂടുതലും മറാത്തി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, പിന്നെ യു പിയിലെയും ബീഹാറിലെയും ഒറീസയിലെ 1-2 കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള ചില ഒരു ആൾക്കാർ കൂടി വന്നിരിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണ് നമുക്കിവിടെ ഉള്ളത്. സൂററ്റിൽ പാണ്ഡേസറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങളുടെ വേലകളെ ദൈവ ദിവസങ്ങളെ സ്വാതന്ത്ര്യത്തോടെ ചെയ്തെടുക്കുവാൻ ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളെ ദൈവം ഈ ദേശത്തിന്മേൽ അയക്കണം. നിങ്ങൾ ദയവായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ സ്വദേശം കോട്ടയമാണ്, കോട്ടയം പാമ്പാടിയാണ്. ഞാൻ ദൈവവചനം പഠിച്ചത് ഉമ്മനാട് IBCയിൽ നിന്ന്, ഉമ്മനാട് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി, അവിടെ നിന്നുമാണ് ഞാൻ ദൈവവചനം പഠിച്ചത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത്, എൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പാസ്റ്റർ മിനിസ്ട്രി തുടങ്ങിയത് 2006 മുതൽ സുവിശേഷയുടെ ഭാഗമായിരുന്നു. എങ്കിലും നമ്മുടെ പാസ്റ്റർ എന്നുള്ളതായ ആ ഒരു തലത്തിലേക്ക് ഞാൻ വരുന്നത് ഈ തിരുവനന്തപുരത്തു നിന്നുമാണ്. 2018 ഞാൻ എൻ്റെ സഭാ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഇൻഡിപെൻഡന്റ് ചർച്ചിൽ ശുശ്രൂഷ, വലിയ ചർച്ചായിരുന്നു. അവിടെ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് എനിക്ക് വലിയ ആക്സിഡന്റ് ഉണ്ടായി. വളരെ ഡെഡ്ലി ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ജീവൻ വരെ പോകേണ്ടുന്ന ഒരു ആക്സിഡന്റ് ആണ് എനിക്കുണ്ടായത്. ഞാൻ ചർച്ചിൽ നിന്നും നാട്ടിലേക്ക് ജംഗ്ഷനിലേക്ക് വന്നു. പിറ്റേ ദിവസമുള്ള ഒരു ടാലന്റ് ടെസ്റ്റ് പ്രോഗ്രാമിന്റെ ചില കാര്യങ്ങൾ അതിൽ കൂടി വന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ച് മഴയുള്ള സമയത്ത് യാത്ര ചെയ്ത് തിരിച്ച് പാഴ്സനയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാർ വന്ന് ഞാൻ സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിച്ചു. അങ്ങനെ എൻ്റെ ഇടത് കാല് ഒടിഞ്ഞുപോയി. ഇടത് കാലിന്റെ ഫീമർ തുടയിൽ പൊട്ടി. അതുപോലെ തന്നെ ഈ നമ്മുടെ കോളം, അരയ്ക്ക് താഴെയുള്ള വളഞ്ഞിരിക്കുന്ന ശംഖ് പോലെയൊക്കെയുള്ള ഭാഗത്ത് അവിടുത്തെ കോളത്തിന്റെ ഒരു സൈഡ് പൊട്ടിപ്പോയി. മൂക്കിന്റെ പാലം തകർന്നു പോയി. അങ്ങനെ ഈ മുഖത്തിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ മൊത്തം പുളർന്ന് ഇങ്ങനെ മാറിപ്പോയി. ഞാനിപ്പോ 21 ദിവസം ഉപവാസം എടുത്തിട്ട് 4ാമത്തെ ദിവസമാണ്. ഞാൻ ദൈവം എന്നോട് ആ സമയത്ത് ഇത്ര മാത്രം പറഞ്ഞു, ജോബി ദിസ് ഈസ് ഇറ്റ്, ഇത്രേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല എന്നൊരു ദൈവശബ്ദം ഞാൻ കേട്ടു. ഒരു ഓട്ടോയ്ക്കകത്ത് ഒരു എന്താ പറയുക, ഒരു സ്റ്റീൽ സ്ക്രാബ് എന്നൊക്കെ പറയാം, അതിനകത്ത് ചുരുണ്ട് കൂടി കിടന്ന എന്നെ ആൾക്കാരെല്ലാം കൂടെ വെട്ടിപ്പൊടിച്ച് വെളിയിലെടുക്കുമ്പോൾ എല്ലാവരും പോകുമെന്നാ പറയുന്നത്. ദൈവാത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉപവാസത്തിന് ശേഷം അങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പ്രതി ഒത്തിരി പ്രയാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങളൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ കേൾക്കാറുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഞാനും കേട്ടു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ 4ാം മാസം നീ നടക്കും, 6ാം മാസം നീ മറ്റൊരു സ്ഥലത്ത് എന്റെ ശുശ്രൂഷയുമായി ഇടപെടുകയുണ്ടായി. ഞാൻ ശുശ്രൂഷിച്ചിരുന്ന ദൈവസഭയോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഡോക്ടർമാര് പറയുന്നത് 16 മാസമാണ് പാസ്റ്റർ ഒന്ന് വോക്കറയിൽ എഴുന്നേറ്റ് നടക്കാൻ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ അത് ശരിയാകുന്നത്? അതുകൊണ്ട് പാസ്റ്റർ ഒരു വർഷം ഒരു ലീവ് എടുക്കുക, ഒരു വർഷത്തെ ലീവ് എടുക്കുക എന്ന് എന്നോട് പറയുകയുണ്ടായി. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, അത് പാസ്റ്റർ വിശ്വാസമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത നോക്കണം. ഞാൻ 4ാം മാസം, എന്റെ വൈഫിന്റെ വീട് ട്രിവാൻഡത്താണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടും നമ്മൾ വാടകയ്ക്ക് അവിടെ താമസിച്ചിരുന്നതുകൊണ്ടും തിരുവനന്തപുരത്ത് ആയതുകൊണ്ടും ട്രിവാൻഡത്ത് വെച്ച് 4ാമത്തെ മാസം, മെഡിക്കൽ കോളേജിന്റെ ഏകദേശം അടുത്തായിട്ട് കേശവാസൂരത്ത് ഞങ്ങൾ താമസിച്ചിരുന്നു. 4ാമത്തെ മാസം ദൈവം എഴുന്നേൽപ്പിച്ചു. 5ാം മാസം കഴിഞ്ഞ് 6ാം മാസം തുടങ്ങുന്ന തിങ്കളാഴ്ച, ആ ഒരു തിങ്കളാഴ്ച ഞാൻ തമിഴ്നാട് വരെ പോയി. എൽബോ വോക്കർ അല്ല, ഫെൻസിങ് പോലുള്ള വോക്കർ, മടക്കി നമ്മൾ സൈഡുകളിൽ ഇങ്ങനെ പിടിക്കുന്ന പോലത്തെ ആ വോക്കറും വെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ പോയി ദൈവം ഞാൻ ശുശ്രൂഷിച്ചു. പിന്നെ എനിക്ക് 6ാം മാസം തുടങ്ങുന്ന സമയം വരെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. മീറ്റിങ്ങുകൾ ദൈവം
ഒത്തിരി കൊണ്ടുവന്നു. കാരണം എനിക്കറിയത്തില്ല, ആൾക്കാർ വിളിക്കുന്നു അധികം വലിയ കൂട്ടായ്മകളിലോട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കൂട്ടായ്മകളിലേക്കാണ് വിളിക്കുന്നത്. നേരത്തെ വലിയ കൂട്ടായ്മകളിൽ പോകുന്നു, എന്നാലും ഞാൻ എഴുന്നേറ്റു എന്നറിഞ്ഞപ്പോഴേക്കും ചെല്ലുന്ന ഇടങ്ങളിൽ നിന്ന് ദൈവാത്മാവിനോട് ഇടപെടുവാൻ തോന്നി. കർത്താവിന്റെ ദാസനെ, നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്, നിങ്ങൾ നാട്ടിൽ ഇനി കുറച്ച് കാലത്തെ ദൈവിക പദ്ധതി അങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏകദേശം 4-5 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ ദൈവം ചെയ്തതായ ഒരു പ്രവൃത്തിയാണ്. ദൈവാത്മാവ് പറഞ്ഞതുപോലെ 6-ാം മാസം ഞങ്ങളെ സൂറത്തിൽ കൊണ്ടുവന്നു. ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്തു. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാൻ കഴിഞ്ഞു. കുഷ്ഠരോഗിയായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സൗഖ്യമാകുന്നത് കാണുവാൻ കഴിഞ്ഞു. ജനങ്ങളുടെ ദൈവിക സന്തോഷം. അവര് എഴുത്തും വായനയും അറിയുന്ന ആൾക്കാരല്ല. നല്ലൊരു ഭൂരിഭാഗം ആൾക്കാരും, നല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും എഴുത്തും വായന അറിയുന്നവരല്ല. നമ്മൾ അവരോട് കൂടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം നടത്തിയില്ല എങ്കിൽ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ അവർ ഇഷ്ടപ്പെടും. എന്നിരുന്നാലും കർത്താവിനെ നമ്മൾ അവരോട് കൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അത്തരത്തിലുള്ളതായ ഒരു വലിയ ടാസ്ക് ഞങ്ങളുടെ മേൽ ദൈവം പരമേൽപ്പിച്ചു. ദൈവം ഈ ദിവസം വരെ ഒത്തിരി 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 ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠനം, മറ്റു കാര്യങ്ങൾ. സ്വന്തമായ ഇവിടെ കല്ലുമല ഒരു ബിൽഡിംഗ് ഉണ്ട്. എന്നാൽ അതിന് ഈ സഭയുടേതായിരിക്കുന്ന ഓഫ്ലൈൻ ആരാധനകൾ ബന്ദ് ചെയ്തതിനു ശേഷമായി വിധമായ പ്രയാസങ്ങൾ, വലിയ വെല്ലുവിളികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതാണ്, നീ മിണ്ടാതിരിക്കുക, എനിക്ക് പ്രവർത്തിക്കാനായുള്ള സമയങ്ങളാണ്, ഞാൻ അതിന്റെ രീതിയിൽ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ അത് ദൈവകരങ്ങളിൽ കൊടുത്ത് ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. വളരെ സുപരിചിതമായ വാക്യമാണല്ലോ. ഞാനത് നിങ്ങൾക്കായി വേഗത്തിൽ വായിക്കാം. അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ബസ് അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഇതിന്റെ സാഹചര്യങ്ങൾ, ഇതിന്റെ മറ്റ് അവസ്ഥകൾ, ഇതിന് മുമ്പിൽ എന്താണ്, പിൻപിൽ എന്താണ് എന്നൊക്കെ നമുക്ക് അതിമനോഹരമായ രീതിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. വളരെ പരിചയമുള്ള കാര്യമാണ്. നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പ്രസംഗിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളുമായി പങ്കുവെക്കുവാൻ തന്നതായിരിക്കുന്ന ഈ വേദഭാഗം, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതായിരിക്കുന്ന ആ ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളുമായി കൈമാറേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ഞാൻ കുരിശിന്റെ മറവിലേക്ക് മറയുകയാണ്. നിങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ നല്ല പ്രഭാതം അല്ലെങ്കിൽ ഒരു സന്ധ്യായാമത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒത്തിരി ക്ഷീണങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആമേൻ. എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് ഈ മീറ്റിംഗിൽ നമ്മളോട് സംസാരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. 6-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത് ഇടുക്കമുള്ള, ഞെരുക്കമുള്ള, കൺജസ്റ്റഡ് ആയിരിക്കുന്ന ഒരു പ്രതലത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാർ. അവർ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാകയാൽ ഞങ്ങൾ യോർദാനോളം ചെന്ന് മരം വെട്ടി അത് കൊണ്ടുവന്ന് പുതിയൊരു സെറ്റിൽമെന്റ്, നമുക്കൊരു പുതിയൊരു പാർപ്പിടം വേണം, അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ദൈവപുരുഷനോട് പറയുകയാണ്. ദൈവപുരുഷൻ പറഞ്ഞു, വെൽ ഗുഡ്, കുഴപ്പമില്ല, നിങ്ങളുടെ നല്ല ആഗ്രഹം നല്ലതാണ്, നല്ല കാര്യമാണ്, ആവശ്യമായ കാര്യമാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ തനിയെ പോകത്തില്ല, യോർദാനിലൂടെ നീയും ഞങ്ങളുടെ കൂടെ വരണം. നമുക്കറിയാമല്ലോ, വളരെ ഈ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് പറയാം. രാജഭരണ കാലഘട്ടം, അതായത് പിരിഞ്ഞ രാജഭരണം, ഒരു ഡിവൈഡഡ് മൊണാർക്കി നമുക്കറിയാമല്ലോ. ശലോമോൻ രാജാവിന്റെ ശേഷം രാജ്യം രെഹബയാമിന്റെ കാലമായപ്പോഴേക്കും 2ആയിട്ട് പിരിയുകയാണ്, അല്ലെ? നോർത്തേൺ കിങ്ഡം, വടക്കേ രാജ്യവും തെക്കേ രാജ്യവുമായിട്ട്, ഇസ്രായേലും യഹൂദയുമായിട്ട് പിരിയുകയാണ്. അപ്പോൾ യഹൂദയിൽ യെരുശലേം കേന്ദ്രീകൃതമായിരിക്കുന്ന ആരാധനകളും കാര്യപരിപാടികളും ഒക്കെ നടക്കുമ്പോൾ വടക്കേ രാജ്യമായിരിക്കുന്ന ഇസ്രായേലിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ജാതീയത വളരെ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിപാടികൾ കൂടുതലും നടന്നത് ഇസ്രായേലിലാണ്. അവർ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത് നമുക്കറിയാം. എന്നാൽ അവർ ആ അഡ്വാൻസ്മെന്റും മറ്റു കാര്യങ്ങളും വിശാലതകളും ഒക്കെ നോക്കി പോകുമ്പോൾ ദൈവത്തിൽ നിന്നും, അല്ലെ തനതായ യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന, അല്ലെ ദൈവജനം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു നിർബന്ധങ്ങളിൽ നിന്നും ഐഡന്റിറ്റിയിൽ നിന്നുമൊക്കെ അവര് വഴിമാറി സഞ്ചരിക്കുന്നത് കാണുവാൻ കഴിയും.
ആ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ അവരെ ഉറപ്പിക്കേണ്ടത് ദൈവം എഴുന്നേൽപ്പിച്ച പുരോഹിതന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചക ഗണത്തിൽ പെടുന്ന ഒരാളാണ്, അതിൽ ശ്രേഷ്ഠനാണ് ആര്? തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവെന്ന് നമ്മൾ വായിക്കുന്ന എലിയ പ്രവാചകൻ. എലിയ പ്രവാചകന്റെ ശുശ്രൂഷകൾ ബദേൽ, ദാന്, ഗിൽഗാല് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ സെമിനാരികൾ പോലെ, ബൈബിൾ കോളേജുകൾ പോലെ പ്രൊഫറ്റിക് സ്കൂൾസ് ഉണ്ടായിരുന്നു എന്ന ബിബ്ലിക്കൽ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവാചക ശിഷ്യരുടെ ഗണം എന്നാണ് നമ്മൾ അതിൻ്റെ ബൈബിളിൽ വായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രവാചക ശിഷ്യ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ആര്? എലീശ എന്ന് പറയുന്നത്. എലീശയുടെ മേൽ ഏലിയാവിന്മേൽ ഉണ്ടായിരുന്നതിലും അധികമുള്ളതായ ദൈവശക്തി ഇറങ്ങി വരുന്നതും, അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിലും മികച്ച രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവപുരുഷനായി എലീശ മാറിയതിലൂടെയാണ് നമ്മളിപ്പോൾ വായിച്ച 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം എലീശയെ കാണുന്നത്. അപ്പോൾ എലീശയുടെ കൂടെയുള്ള, അല്ലെങ്കിൽ ഏലിയാവിന്റെ ശിഷ്യന്മാരായിരുന്നിരിക്കാം. ഏലിയാവ് സ്ഥാനം ഒഴിഞ്ഞു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം അതേ ഓഫീസ് എലീശ കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കാം ഈ പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് പറയുക, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണേ, ഇവർ വെറും സാധുക്കളായ ആൾക്കാരാണ്. ഹംബിൾ ആൻഡ് സിമ്പിൾ അല്ലെ. അവർ സാധുക്കളായ ആൾക്കാരാണ്. അവർ പറയാ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പോയി പുതിയൊരു ടെറിട്ടറി നോക്കി, ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നല്ലേ, നമുക്ക് പുതിയൊരു ടെറിട്ടറി നോക്കാം, നമുക്ക് കുറച്ചുകൂടെ വിശാലതയുള്ള സ്ഥലം നോക്കാം, സാഹചര്യമുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം നോക്കാം എന്നായിരിക്കും ഒരു പക്ഷേ പുതിയ നൂതന ആശയങ്ങളുള്ളതായിരിക്കുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പറയുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനു വേണ്ടി അധ്വാനിക്കണം. നോക്കുക, സാധാരണക്കാരായിരിക്കുന്ന ഹംബിളായ, താഴ്മ ധരിക്കുന്നതായ ഒരു കൂട്ടം, നിസ്സാരന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള അത്രമാത്രം മനസ്സുള്ള ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാർ. അവർ പറയുകയാണ്, ഞങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ യോർദാനോളം പോയി മരം വെട്ടുവാൻ തയ്യാറാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, നമുക്ക് ഏതായാലും നമ്മുടെ അടുത്ത സഭാവർഷത്തിൽ നമ്മുടെ സഭയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം, നമുക്ക് പുതിയൊരു ബിൽഡിംഗ് പണിയണം, അല്ലെങ്കിൽ നമുക്ക് തറയിലെ ടൈലൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഗ്രാനൈറ്റ് ചെയ്യണം, AC ആക്കണം. ഇതല്ല അവരുടെ ആവശ്യം. അവർ പറയുകയാണ്, ഞങ്ങൾ, അതൊക്കെ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അവർ പറയുകയാണ് ഞങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്. അടുത്തത്, ഞങ്ങൾ മരം വെട്ടാൻ പോകാൻ തയ്യാറാണ്. അവരുടെ ജോലി മരം വെട്ടല്ല, എങ്കിലും അവർ ആഗ്രഹിക്കുന്ന വിശാലതയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ മനസ്സോടെ അതിനു വേണ്ടി എന്തും ഏതുമാകുവാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാർ. അവരങ്ങനെ അവര് ഹംബിളാണ്. രണ്ടാമത്തെ കാര്യം, അവർ വളരെ പൂറാണ്. അവരൊരിക്കലും പറയുന്നില്ല നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ, അല്ലെങ്കിൽ ശലോമോൻ ദേവാലയം പണിതതിന് തത്തുല്യമായ രീതിയിൽ നമുക്കൊരു സുനഗോഗുവിന് രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കായി ഒരു മന്ദിരം നമുക്ക് പണിയാം, നമുക്ക് ഒരു സ്റ്റേക്ക് വേണ്ടി ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഒരു ക്യാമ്പ് സെന്റർ അങ്ങ് പണിയാമെന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾ തടി കൊണ്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് അല്ല അവർക്ക് പ്രധാനം, അവർക്ക് ഒന്നിച്ച് ചേർന്ന് താമസിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനം. കാരണം അവർ ഏത് നിർബന്ധത്തിന്റെ കീഴിൽ വഴങ്ങിക്കൊണ്ടാണ് അവർ ഒന്നിച്ചായിരിക്കുന്നത്, അതിൽ നിലനിൽക്കുവാൻ താല്പര്യമുള്ളവരാണ്. എന്നിട്ടോ അവർ ചെയ്യാത്ത ജോലിക്ക് വേണ്ടി അവർ ഒരുങ്ങുക. ഏതിന്? മരം വെട്ടാൻ. പക്ഷെ ചെയ്യാത്ത ജോലിക്ക് വേണ്ടിയും ഒരു ദൈവവേദനയിൽ ഒരുങ്ങാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? ഇരുമ്പിനെ വെള്ളത്തിന്റെ മുകളിൽ പൊക്കിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു അഭിഷക്തൻ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിനക്ക് പരിചയമില്ലാത്ത മേഖലകളിലും ദൈവം നിന്നെ നിപുണനാക്കി തീർക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയുകയാണ്. നമ്മുടെ യോഗ്യതകളല്ല, നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ ബയോഡേറ്റ നമ്മൾ പൂരിപ്പിച്ചോ സത്യമാണ്. പക്ഷെ സ്വർഗം എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ഒരു ബയോഡേറ്റ, അവനൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഓരോന്നായിരിക്കുന്ന ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടേതായിരിക്കുന്ന റെഡിനെസ്സിനനുസരിച്ചാണ്. ഹൗ മച്ച് വി ആർ അവൈലബിൾ, ഹൗ മച്ച് വി ആർ ഹംബിൾ, ഹൗ മച്ച് വി ആർ റെഡി ടു ഡു, ഹൗ മച്ച് വി ആർ റെഡി ടു സഫർ. അക്കോർഡിംഗ് ടു ദാറ്റ് only God is going to fulfill, or God is going to maintain something about us before his eyes. Okay, ഞാൻ പറഞ്ഞു വരുന്ന ഭാഗത്തേക്ക് വരട്ടെ. നോക്കുക, യോർദാനിൽ വരുന്നു, മരം വെട്ടുന്നു. മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരുവന്റെ കോടാലി ഊരി വെള്ളത്തിൽ പോവുകയാണ്. അപ്പോൾ വിളിച്ചു പറയാം, അയ്യോ യജമാനനെ, ഞാൻ വന്ന കോടാലി അത് ഞാൻ കടമായി വാങ്ങിയതാ, ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാ, അതിപ്പോ വെള്ളത്തിൽ വീണുപോയി, എന്നെ സഹായിക്കണം. അടുത്തതാ സംഭവിച്ചത്, ഒരു കമ്പ് വെട്ടി എറിയുന്നു. വീണ സ്ഥലത്ത് പോയി പതിച്ച കമ്പ് താഴേക്ക് പോയപ്പോൾ മുകളിലേക്ക് താന്നുപോയ ഇരുമ്പ് പൊങ്ങി വന്നു.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കണമേ. നോക്കുക, ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാർ അവരുടെ ചീഫ് പാസ്റ്റർ എന്നോ അല്ലെങ്കിൽ അവരുടെ നേതാവെന്നോ ഒക്കെ വിളിക്കാവുന്ന പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന എലീശ, ദൈവകൃപയുടേതായിരിക്കുന്ന അളവറ്റ വ്യാപാരം തന്റെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും ചലനത്തിലും യാത്രകളിലും എന്താ പറയുന്ന വാരി വിതറുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനോടൊപ്പം ഉള്ളതായിരിക്കുന്ന ജനത്തിന്റെ സന്തോഷവും പ്രവാചക ശിഷ്യന്മാരുടെ അനുഗ്രഹവും ഒക്കെ നമ്മൾ 6-ാം അധ്യായത്തിൽ വായിച്ചതിന് ശേഷമാണ് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുകയാണ് ഒരു പ്രത്യേക അവസ്ഥ. നമുക്ക് എല്ലാവർക്കും വചനം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിലൊക്കെ പറഞ്ഞു വിടും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ആരാമിനെ പലപ്പോഴായിട്ടും ഇസ്രയേലിനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ആരാമ്യർ പലപ്പോഴും ഇസ്രയേലിയ പാളയങ്ങളിൽ കടന്ന് പട്രോളിംഗ് നടത്തുന്നത് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം ഇതിന്റെ 3-ാം അധ്യായം 7-ാം വാക്യത്തില് ഒത്നിയേലിന്റെ സമയമായപ്പോൾ, ഒത്നിയേൽ എന്ന് പറയുന്ന 1-ാമത്തെ ന്യായാധിപൻ എഴുന്നേൽക്കുന്നത് തന്നെ ആരാമ്യരുടേതായിരിക്കുന്ന അറ്റാക്ക് ഉണ്ടാക്കുന്ന സമയത്താണ്. 2 ശമൂവേൽ 8-3 മുതൽ 10 വരെ, 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യോവാബും അബീശായും ആരാമ്യരെ നേരിടുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാർ 20-ന്റെ 12, 13, 22, 28, 37 മുതൽ 38 ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴേക്കും ആഹാബ് രാജാവ് കൊല്ലപ്പെടുന്ന യുദ്ധവും നമുക്ക് കാണുവാൻ കഴിയും. ആരാമ്യ സേന നടക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവജനത്തെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ കയ്യിൽ ഒരു ടൂൾ ആയിരുന്നു യഥാർത്ഥത്തിൽ ആരാമ്യർ. ഉദ്ഭവങ്ങളിലേക്കൊന്ന് പോയാൽ നമുക്ക് സമയം തയ്യാറത്തില്ല. അവിടെ നിന്നൊക്കെ തുടങ്ങി വരണതാണെങ്കിലും ഞാൻ ആ ഭാഗങ്ങളിലെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം അനുവദിച്ചിട്ടല്ലാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും വീഴുകയില്ല എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ, ഉറപ്പു തരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളുടെയും നടുവിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് നാം ഈ ദിവസങ്ങളിൽ ആഴമായി ഉറക്കണം. ബുദ്ധിയും മനസ്സും നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിനെ അന്ധമായി വിശ്വസിക്കുകയും അത് തന്നെ ടാക്ടിക്സ് ആക്കുകയും ചെയ്താൽ ജീവിതത്തിൽ നമ്മൾ സങ്കടത്തിനുടമയായി മാറും. എന്നാൽ ബുദ്ധിമണ്ഡലങ്ങളെ അബലമാക്കിക്കൊണ്ട് വചനവും ദൈവത്തിന്റെ ആത്മാവും അരുളി ചെയ്യുന്നത് മാത്രം ശ്രവിച്ചിട്ട് ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, കുടുംബജീവിതത്തിൽ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ, ഔദ്യോഗിക മേഖലകളിൽ ആ ഒരു അഗുവായിക്കനുസരിച്ച്, ആ ഒരു കൗൺസലിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കണ്ണാലെ കാണുന്ന നിമിഷങ്ങൾ നാം അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വേഗത്തിൽ വരാമല്ലോ. ആമേൻ. ഇതിന്റെ 15-16 വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നത് 15 മുതൽ 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ ദൈവപുരുഷന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഭയത്തിന്റെ വാക്കുകൾ പറയുക. അവൻ പറയുന്നത് എന്താണ്? അവൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു യുദ്ധസന്നദ്ധമായിരിക്കുന്ന രീതിയിൽ ഒരു സേന മുഴുവൻ വന്ന് പട്ടണം മുഴുവൻ വളഞ്ഞു നിൽക്കുക. ആരാം രാജാവിന്റെ സേന വന്ന് നിൽക്കുന്നു. പ്രവാചക ശിഷ്യനായിരിക്കുന്ന ഗഹസിയും പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന എലീശയും താമസിക്കുന്ന ആ ടെറിട്ടറി മുഴുവൻ അവർ ഇൻവേഡ് ചെയ്തേക്കുക. ഏത് സമയത്തും പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതാണല്ലോ നമ്മളോട് വായിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? ഞാനത് ഇങ്ങനെ പറയാമേ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്നതായിരിക്കുന്ന ഈ ഗഹസി പത്രം എടുക്കാൻ വരുന്നതായിരിക്കാം, അല്ലെ പാലെടുക്കാൻ വരുന്നതായിരിക്കാം. ഗേറ്റിലേക്ക്, അല്ലെ ലോണിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ആദ്യം കാണുന്നത് എന്തുവാണ്? ആരാം സൈന്യത്തെയാണ്. ആരാം സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടവൻ നേരെ തിരിച്ചെങ്ങോട്ടോടി? യജമാനന്റെ അടുത്തേക്ക് ഓടി പറയുക, യജമാനനെ, വളരെ അപകടകരമായിരിക്കുന്ന പ്രതിസന്ധി നമുക്ക് പ്രഭാതത്തിൽ വന്നു വീണിരിക്കുകയാണ്. എന്തെങ്കിലും ഉടനെ ചെയ്യണം, നമ്മൾ പിടിക്കപ്പെടും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി. നമുക്കറിയാമല്ലോ, കഥ അറിയാമല്ലോ. എന്നാൽ ഇവിടെ നാം വായിക്കുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇവൻ ദുഃഖവാർത്തയുമായി വന്നത്? ഞാൻ പറയുന്ന ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇവൻ ദുഃഖവാർത്തകളുമായി വരുന്നത്? ഒന്ന്, ദുഃഖവാർത്ത അല്ലെങ്കിൽ ഭയപ്പാടിന്റെ വാർത്തകൾ എപ്പോഴും നമുക്കുണ്ടാകും.
അല്ലെങ്കിൽ ഭയപ്പാടിന്റെ വാർത്തകളെന്നല്ല, നമ്മൾ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നത് എപ്പോഴാണ്? ഈ ദൈവമക്കളെ, നമ്മൾ ആനിമൽ പ്ലാനറ്റ്, നാഷണൽ ജിയോഗ്രഫിക്ക്, ഡിസ്കവറി തുടങ്ങിയ ചാനലുകളൊക്കെ കാണുമ്പോൾ ഈ വൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലും ഈ ആനിമൽസിന്റെ ഹണ്ടിങ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ഈ നമ്മുടെ സിംഹം, കടുവ, പുലി ഇങ്ങനെയുള്ള മൃഗങ്ങള് വേട്ടയാടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടത്തിലുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങൾ ഇങ്ങനെ മേഞ്ഞു നടക്കുമ്പോൾ അതിൽ ഒരെണ്ണത്തിനെ തേടി പിടിച്ചു ഒറ്റയ്ക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ വേട്ടയാടി അതിനെ നശിപ്പിച്ച് അതിനെ തിന്നുന്നത്. എന്ന് പറഞ്ഞ കൂട്ടം കൂടി നിൽക്കുന്നതിനെ ഒറ്റപ്പെടുത്തുവാൻ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് സംശയവും ദുഃഖവും. നമുക്ക് ദൈവ മക്കളോടുള്ളതായിരിക്കും നമ്മുടെ കൂട്ടായ്മ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അപകടം വരുന്നുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊള്ളണം. നമ്മൾ കൂട്ടം വിട്ട് തെറ്റി നടക്കുവാൻ, ഒറ്റയ്ക്ക് നടക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ല ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായിക്കോണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് അവൻ നമ്മളെ നോട്ടമിട്ടിരിക്കുക. നാം ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ നാൾ മുതൽ അവൻ നമ്മളെ പിടിക്കുവാൻ കാത്തിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ എന്ത് ചെയ്യണം? ആത്മീയമായി ഇങ്ങനെയുള്ളതായിരിക്കുന്ന വെല്ലുവിളികളെ നാം നേരിടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമതായി, എന്തുകൊണ്ട് ഇവന് ഈ ഒരു ഭയത്തിന്റെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു അവിശ്വാസത്തിന്റെ വാക്കുകൾ, ആത്മീയമല്ലാത്ത വാക്കുകൾ, വാർത്തകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന കമന്റുകൾ, അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. അതവന്റെ കണ്ണ് തുറന്നിട്ടില്ല, അതാണ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവൻ ഇൻഡിസിപ്ലിൻഡ് അല്ല. ഇവൻ ഡിസിപ്ലിൻഡ് അല്ല, ഇവൻ ഒരു ഇൻഡിസിപ്ലിൻഡ് പേഴ്സൺ ആണ്. ഇവൻ അച്ചടക്കമുള്ള ഒരു വ്യക്തിയല്ല. എന്ന് പറഞ്ഞാൽ ആത്മീയ അച്ചടക്കമുള്ള മനുഷ്യനല്ല. എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അന്നാരെ കണ്ണും കലയെല്ലാം തിരുമ്മി ഒക്കെ കഴുകി നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യുന്നത്? സത്യത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പറയും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതെന്ന്. എത്രയോ പേര് അറിയാമോ രാവിലെ ആ കിടക്കയിൽ, അല്ലെങ്കിൽ കിടക്കയോട് അടുത്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഒരു സെറ്റിയില്, അല്ലെങ്കിൽ മേശയിൽ, അല്ലെങ്കിൽ തലവണയുടെ സൈഡിലൊക്കെ പരതും. എന്തിനാ? സമയം നോക്കാനെന്നുള്ള വ്യാജേന ആ മൊബൈൽ എടുക്കുന്നേ. പക്ഷെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. നോട്ടിഫിക്കേഷൻ എന്നതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കും. നമുക്ക് അങ്ങനെ ആദത്തൻകയാ, നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിനെ ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനത്തിൽ ദാവീദ് പറയുന്നത് എന്താ? ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നമ്മളൊരു ദിവസം നമുക്ക് ദൈവം ദാനം തരുമ്പോൾ പിതാവാം ദൈവത്തോട്, പുത്രനാം ദൈവത്തോട്, പരിശുദ്ധാത്മാവും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഒരു നിമിഷം നമുക്ക് നന്നതായിരിക്കുന്ന ഈ പുതുദിനത്തിന് വേണ്ടി നന്ദി പറയുവാൻ, ഈ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന്, അതിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം എന്നെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഒരു അരുളപ്പാട് പ്രാപിക്കുവാൻ കിട്ടുന്ന നിമിഷത്തെ നമ്മൾ കളഞ്ഞു കുളിച്ചാൽ we are not disciplined Christians. We are not at all a disciplined believer. നമ്മൾ നല്ല അച്ചടക്കമുള്ളവരല്ല. നമ്മൾ ആ അച്ചടക്കത്തിൽ വളരണം, ആ അച്ചടക്കം തുടരേണ്ടവരാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ അവിശ്വാസം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻഡിസിപ്ലിൻഡ് ആകുന്നത്? ശിക്ഷണമില്ലാത്ത തോന്നിയവാസിയായി മാറുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവന്റെ കണ്ണു തുറക്കാത്തത്? നമുക്കൊരു വാക്യം വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ്. ഈ വാക്യം ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, നമുക്കറിയാവുന്ന വാക്യമാണല്ലോ. 1-ാം അധ്യായം അതിന്റെ 15 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്ന 6-7 കൂട്ടം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവസാനം കൊണ്ട് പറയുന്ന കാര്യമാണ് അറിയേണ്ടതിന്. ഒന്ന്, നിന്റെ വിളിയാലുള്ള ആശ എന്താണെന്ന് അറിയില്ല. why I was called, ഞാൻ എന്തുകൊണ്ട് വിളിക്കപ്പെട്ടു, ഞാൻ വിളിച്ചതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, അത് ഞാൻ അറിയണം. ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടതിന്റെ പരിജ്ഞാനത്തിലും ജ്ഞാനത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വക പ്രാപിക്കണം. ഓക്കെ, ആ ഭാഗങ്ങളെല്ലാം നമുക്ക് വിവരിക്കാൻ സമയമില്ലാത്തത്, സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട്
എനിക്ക് മുന്നിലുള്ള 1-2 കാര്യങ്ങൾ മുന്നിലോട്ട് നിങ്ങളോട് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ അവിടവും സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒറ്റ കാര്യം മാത്രമായി എടുക്കുന്നത്. അറിയണം. ആരെ അറിയണം? വിളിച്ചവനെ അറിയണം. ദൈവം ആരാണെന്നറിയണം. നാം ആരെ പിൻപറ്റുന്നു എന്നറിയണം. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ. സാധാരണ ജനങ്ങൾ പറയാറുള്ള അല്ലെങ്കിൽ ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, 3 തരത്തിലുള്ള ദൈവിക കൺസെപ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ 3 ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് യഥാവാനായിരിക്കുന്ന, സൃഷ്ടികർത്താവായിരിക്കുന്ന, സത്യസന്ധനായിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ നിർഗുണ ബ്രഹ്മൻ, അൾട്ടിമേറ്റ് റിയാലിറ്റി, ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം. 2, ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ, അവന്റെ ധർമ്മത്തിൽ, അവന്റെ ധർമ്മത്തിൽ, അവന്റെ മതത്തിൽ അവനെ പഠിപ്പിക്കുന്ന ദൈവം. 3, വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ അവൻ സ്വയം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ദൈവം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. To know God and to know about God, they are totally different things. They are totally different aspects. 2 realities in 2 different poles. അങ്ങനെ പറയാം. ദൈവത്തെ കുറിച്ചറിയുക എന്നതും ദൈവത്തെ അറിയുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. ദൈവത്തെ കുറിച്ച് അറിഞ്ഞിട്ടാ നാം ദൈവവേദലായത്. ഇന്നും നാം ദൈവത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആത്മീയ ഉന്നമനം ഒന്നും കാര്യമായിട്ടും നടന്നിട്ടില്ല കേട്ടോ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതൊരു ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ പ്രാപിച്ചിട്ടുള്ള ഭക്തന്റെ വാക്കുകളാണ്. എന്താ? യഹോവ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനെന്ന് ഞാൻ രുചിച്ചറിയണം. ദൈവത്തെ കുറിച്ചറിഞ്ഞിട്ടല്ല. ഞാൻ തോമാച്ചന്റെ സാക്ഷ്യം കേട്ടിട്ട് ആമേൻ പറഞ്ഞ് അന്യഭാഷ പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ മറിയാമ്മച്ചിയുടെ സൗഖ്യം കണ്ടിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനല്ല. അത് നല്ലത് തന്നെ. എന്നാൽ അതിലുമുപരിയായി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവപ്രവർത്തികൾ അന്ന് നടന്നതുപോലെ തന്നെ എന്നിലും എന്റെ കുടുംബത്തിലും ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നവനാണ് ആര്? ദൈവത്തെ അറിഞ്ഞവൻ. ദൈവത്തെ കുറിച്ചറിഞ്ഞവരല്ല. സത്യത്തിൽ ജനം ഓർക്കണമേ, നമ്മളെല്ലാവരും ചെയ്ത ഒരു വലിയ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ആത്മീയ ഒരു എന്താ പറയുന്നത്, ഒരു പ്രോഗ്രസീവ് റെവലേഷനൊക്കെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാല് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അടുക്കിച്ചിട്ടയോട് കൂടി കുറച്ചുകൂടെ എന്താണ് ആത്മീയ തലത്തിൽ നമ്മൾ മുന്നേറേണ്ടവരാണല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്താ? ഇസ്രായേലിന് വേണ്ടി ദൈവം മരുഭൂമിയിൽ മന്ന പൊഴിച്ചു, ഞങ്ങൾക്കും മന്ന വീഴണമേ. പാറയിൽ നിന്ന് വെള്ളം വീണു, ഞങ്ങൾക്കും വെള്ളം വീഴണമേ. ദൈവം തീർച്ചയായും ചെയ്യും. ദൈവം തീർച്ചയായും ചെയ്യും. പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയവുമില്ല അതിന്. പക്ഷെ അത് തന്നെ ഇവിടെ ആവർത്തിക്കണമേ എന്നാണോ നമ്മുടെ പ്രാർത്ഥന? പ്രാർത്ഥനയുടെ വേറൊരു വശം ഞാൻ അതിനകത്ത് വിമർശിക്കുകയല്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി തീരുമാനമെടുക്കണം. ആമേൻ പറയാൻ പറ്റുമോ രാവിലെ കാലം? എന്റെ പിതാവേ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സകല അപേക്ഷകളുടെ അടിയിൽ നീ സൈൻ ചെയ്ത് സാങ്ഷൻ ആക്കുന്ന എന്റെ പ്രാർത്ഥനകളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ബ്ലാങ്ക് പേപ്പറും അല്ലെങ്കിൽ ലെറ്റർ പാഡും സീലും എല്ലാം നിന്റെ കയ്യിലാ. നീ എനിക്ക് വേണ്ടി എഴുതിക്കോ, നീ സൈൻ ചെയ്തോ, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവനാണ് ആര്? യഥാർത്ഥ വിശ്വാസി. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോകട്ടെ. ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുക എന്ന വാക്ക് നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോഴേക്കും 3 വാക്കുകളാണ്. 3 വാക്കുകൾ ദൈവത്തെ അറിയുക എന്നുള്ളതിന് തത്തുല്യമായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. സമയമില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാമേ. ഒന്ന് ഗിനോസ്കോ എന്നുള്ള വാക്കാണ്. ഗിനോസ്കോ എന്നുള്ള വാക്ക്. രണ്ടാമത്തത് എൽദോ എന്നുള്ള വാക്കാണ്. മൂന്നാമത്തത് എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന വാക്കാണ്. ഗിനോസ്കോ, എൽദോ ഓർ എപ്പിഗ്നോസിസ്. ഇത് ഒയിഡോസുമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ളൊരു വാക്കാണ്. ഞാൻ ആ ഭാഗങ്ങളിൽ നമുക്ക് അതിൻ്റെതായിരിക്കുന്ന എക്സാക്ട് മീനിങ്ങിലേക്കൊക്കെ പോയി ഒത്തിരി എന്താ പറയുന്നത് ഒരു ലെക്സിക്കൽ സ്റ്റൈലിലുള്ളതായിരിക്കുന്ന പ്രസംഗത്തിൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് വേഗത്തിൽ പറയാം. ഗിനോസ്കോ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഗിനോസ്കോയ്ക്ക് തത്തുല്യമായി കാണപ്പെടുന്ന വാക്ക് യാദ എന്നാണ്. യാദ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. എക്സ്പീരിയൻഷ്യൽ നോളജ്. ഒത്തിരി ആഴത്തിൽ പോയി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡീപ് ഇന്റേണൽ നോയിങ് ദാറ്റ് ലീഡ്സ് ടു എ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് that impacts our own perspectives and resulting our action.
നമ്മളിൽ ഉണ്ടാകുന്ന വളരെ ആഴമായിരിക്കുന്ന ഒരു തിരിച്ചറിവ്. അതെന്ത് ചെയ്യണം? നമ്മളെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കാഴ്ചപ്പാടിലും അവരുടെ പേഴ്സ്പെക്റ്റീവിൽ, പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വേൾഡ് വ്യൂ, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടേതായിരിക്കുന്ന ചിന്താധാരകൾ, ഇതിനെയും നമ്മുടെ പ്രവൃത്തിയെയും മാറ്റിമറിക്കുന്ന തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അറിവാണ് ഏത് ഗിനോസ്കോ എന്ന് പറയുന്നത്. യാദ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. അബ്രഹാം തന്റെ ഭാര്യ ആയിരിക്കുന്ന ഹവ്വയെ യാദ, അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. നോക്കുക, എക്സ്പീരിയൻഷ്യൽ നോളജാണ്, അനുഭവിക്കുന്ന നോളജാണ്. യേശുവിനെ, ദൈവത്തെ അനുഭവിച്ച് മാത്രമേ അവനെ അറിയാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ഇന്നും പണ്ട് കുരിശു വെച്ച കെട്ടിടത്തിൽ കാണിക്കുട്ടി പരിപാടികളും ഒക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോഴും ദൈവത്തെ കുറിച്ചറിയുന്നവർ മാത്രമാ. ദൈവം ആരാണെന്നുള്ളതായിരിക്കുന്ന വ്യക്തമായ ഡയറക്റ്റ് റെവലേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ദൈവത്തെ അറിയാൻ ഒറ്റ കാര്യമുള്ള, അത് ഞാൻ വിട്ടുപോയി, പറയാൻ മറന്നുപോയി. ദൈവത്തെ ബൈബിൾ പഠിപ്പിക്കുന്നു, അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതൊന്നല്ല ദൈവം. എനിക്കോ നിനക്കോ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരാളല്ല ദൈവം. ദൈവത്തെ അന്വേഷിക്കാവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവിൻ, കണ്ടെത്തുവിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവം തന്നെത്താൻ വെളിവാക്കുന്ന കാലത്ത്, ദൈവം തന്നെത്താൻ നമുക്ക് വേണ്ടി തന്നെത്താൻ വെളിവാക്കുന്നില്ല എങ്കിൽ ദൈവത്തെ കാണുവാൻ, ദൈവികമായത് പ്രാപിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. അതെങ്കിൽ ആരെങ്കിലും അങ്ങനെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവികവുമല്ല. ദൈവം തന്നെത്താൻ മറനീക്കി നമുക്ക് വെളിവാക്കി തരണം. അതിനെ വെളിപ്പാടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു വ്യക്തി അവൻ ദൈവസന്നിധിയിൽ നിന്നും ദൈവം കാണിച്ചു കൊടുത്തത്, ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തത് പ്രാപിച്ചതിന് ശേഷം അവനിൽ ഉണ്ടാകുന്ന തിരിച്ചറിവും അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റവും അവന്റെ ചിന്താധാരയിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളുമാണ് എന്ത് ഒരുവനെ ദൈവത്തെ അറിഞ്ഞവനാക്കി മാറ്റുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആമേൻ. അതാണ് നമ്മൾ ഗിനോസ്കോ എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് എൽദോ എന്നുള്ളതാണ്. ഇതൊരു അബ്സല്യൂട്ട് നോളജ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ നോളജ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് മറ്റൊരു റെവലേഷന്റെ ആവശ്യം നമുക്കില്ല. പിന്നെന്താണ്? അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് ദാറ്റ് ഹാസ് ബീൻ ബിക്കം വൺസ് പൊസഷൻ. ആ ദൈവം എന്നുള്ള സത്യം ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാണ്? അവന് മറ്റെന്ത് വിഷയം വന്നാൽ അവൻ അറിയാം ഇതിന്റെ മുമ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. മനസ്സിലായോ? ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ടൂർ പോകണമെന്ന് പറയും. സ്കൂളിൽ പറയുമ്പോഴേക്കും ടൂർ പോകണമെന്ന് പറയും. പപ്പ പറയും പറ്റത്തില്ല, പോണ്ട, സ്കൂളിൽ നിന്ന് ടൂറൊന്നും പോകണ്ട. അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ മൈസൂരും ഊട്ടിയും കൊടൈക്കനാലും കൂട്ടുകാരെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ സ്കൂളുകളിൽ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ. എന്നാൽ അടുത്ത വെല്ലുവിളി ആകുമ്പം അന്ന് ഞങ്ങൾ സിയയിലെ അസംബ്ലി സ്കൂളിലാണ്. അപ്പൊ സിയയുടെ ക്യാമ്പ് ആ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ട്രിപ്പ് വരുമ്പോഴേക്ക് ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എനിക്ക് കൂട്ടുകാർ കടന്നു പോകുമ്പോഴേക്കും എനിക്ക് കാര്യമായ സങ്കടം ഉണ്ടാകത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ അപ്പൻ ഇതിന് ശേഷം എന്നെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോകുമെന്ന്. കാരണം എന്താ? ഞാൻ എൻ്റെ അപ്പനെ അറിയുന്നുണ്ട്. ഞാൻ എൻ്റെ അപ്പന്റെ മടിയിൽ ഇരിക്കാറുണ്ട്. ഞാൻ എൻ്റെ അപ്പന്റെ കയ്യിൽ നിന്ന് സ്നാക്സ് മേടിച്ച് കഴിക്കാറുണ്ട്. ഞാൻ എൻ്റെ അപ്പന്റെ കൂടെ കുളിക്കാറുണ്ട്. അപ്പൻ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അന്നും ഇന്നും ഒക്കെ. അപ്പം അതുപോലെ അപ്പനുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ആളാ. അതുകൊണ്ട് ടൂറിന് പോകണ്ട എന്ന് പറഞ്ഞാലും എനിക്കധികം സങ്കടമില്ല. കാരണം എന്താണെന്ന് എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ അപ്പൻ തന്നെ എന്നെ ഈ സ്ഥലത്ത് കൊണ്ടുപോകും. ഇതാണ് എൽദോ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. എന്താ പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും എന്നാ വന്നാലും എന്താ ഉറപ്പ്? എനിക്ക് എന്റെ ഐ നോ മൈ ഫാദർ ആൻഡ് വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു, how he is going to control these things, and I know my God is enthroned. അതുകൊണ്ട് തന്നെ ദൈവികമായിരിക്കുന്ന പരിരക്ഷണ എനിക്കുണ്ട്. ഏറ്റവും വലിയ പ്രയാസം വന്നാലും എനിക്കതിനകത്ത് ഐ ഡോണ്ട് കെയർ. ഞാൻ ഈസി ഗോ ലക്കി വേയിൽ ഇങ്ങനെ ജീവിക്കും. കാരണം ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണെന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് എപ്പോൾ സംഭവിക്കുന്നു? ഈ അബ്സല്യൂട്ട് നോളജ് നമ്മളിൽ വരുമ്പോൾ. എൽദോ എന്നാണ് അതിന് പറയുന്നത്. മൂന്നാമത്തതാണ് എപ്പിഗ്നോസിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നോളജ് ഓഫ് ട്രൂത്ത് ആണ്. ഫുൾ നോളജ് ഓഫ് ട്രൂത്ത്. അത് അറ്റൈൻ ചെയ്യാൻ വളരെ ഒത്തിരി നമ്മൾ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഫുൾ നോളജ് ഓഫ് ട്രൂത്തിന്റെ പ്രത്യേകത എന്താണ്? നോളജ് വിത്ത് പാർട്ടിസിപ്പേഷൻ, ഇറ്റ് ബ്രിങ്സ് യു ടു ദി realm of understanding that gets you operating with the fullness of God. ദൈവികമായ പരിജ്ഞാനം പ്രാപിച്ചതിന് ശേഷം ദൈവാംശം നമ്മളിൽ വളരുന്നു. ആ ദൈവാംശം അല്ലെങ്കിൽ ആ പ്രാപിച്ച സത്യം നമ്മളെ ഓപ്പറേറ്റ് ചെയ്യുക. എന്തിനാണ്?
ആ ദൈവിക സത്യത്തിന്റെ വഴികളിൽ നടക്കുവാൻ അല്ലെ നയിക്കുവാൻ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ 3 പ്രതലങ്ങളിലൂടെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. ഇനി എലീശ എന്ന് പറയുന്ന പ്രവാചകൻ, ആ മനുഷ്യൻ പറയുകയാണ്, എലീശ ഗേഹസിയോട് പറയാം, അന്ന് തിരിച്ചു വരാം, വചനത്തിലേക്ക് തിരിച്ചു വരാം. എലീശ പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഭയപ്പെടേണ്ട, जो हमारी ओर है वो उनमें से भी अधिक है जो उनकी ओर है. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവൻ. നോക്കിക്കേ, ഈ ദൈവപുരുഷന് ഇത്ര വലിയ മരണകരമായിരിക്കുന്ന അവസ്ഥ മുന്നിൽ വരുമ്പോൾ, രക്തം ഉറഞ്ഞു പോകുന്ന ഭീതിയുടെ നിമിഷങ്ങൾ അടുത്ത് വരുമ്പോൾ, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ, അല്ല ഞാൻ തനിച്ചല്ല, എന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ എന്ന് പറയുവാനുള്ള ആർജവും തൻ്റെ ഇടവും ഗട്ട്സും എവിടെ നിന്ന് വന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു എന്നെ എല്ലാ ഒറ്റ ഉത്തരവുകൾ എന്താ? ദൈവത്തെ, മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും തൊടും വിധം അറിഞ്ഞവനാണ് ഒരു ദൈവപുരുഷൻ. രാമൻ പറയാൻ പറ്റുമോ? പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് കേട്ടു, ഒടുക്കം ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. ഇന്ന് മരണതുല്യമായിരിക്കുന്ന രോഗമോ അല്ലെങ്കിൽ നിന്ന് തിരിയാൻ പറ്റാത്തതായിരിക്കുന്ന പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ നീ ഭയപ്പെടുന്നത് എന്തിനാ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ട് ആ പാട്ട്, എത്ര പ്രാവശ്യം വചനം വായിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഹൃദയത്തിൽ ആ ഒരു ബലം വരുന്നില്ല? പൗലോസേ, നിന്നെ സീസറിന്റെ മുന്നിൽ, കൈസറിന്റെ മുന്നിൽ നിന്നെ നിർത്തണം എന്നുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാ. പുത്രനിലൂടെ അവൻ നിന്നോട് അരുളി ചെയ്തതല്ലേ അത്? ആത്മാവിനാൽ നിനക്ക് വെളിപ്പെടുത്തി തന്നതല്ലേ അത്? പിന്നെ നീ എന്തിനാ മെലിത്ത ദ്വീപിലെ അണലിയെ ഭയപ്പെടുന്നത്? നിന്റെ ജീവൻ ഉപ്പുവെള്ളത്തിൽ ഇല്ലാതാക്കുവാൻ ശത്രു ഒരു കപ്പൽ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ അവിടെ നിന്നും കരയ്ക്കടുത്ത് നിന്റെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റുവാൻ കൂട്ടിയിട്ട തീക്കകത്തിൽ നിന്നും വിറകിന്റെ ഇടവഴി ചാടി വന്നതായിരിക്കുന്ന അണലി നിന്റെ കൈമേൽ കടിച്ചു തൂങ്ങിയപ്പോഴും പത്രോസെ, നിനക്ക് അവിടെ നിന്ന് ആ ധൈര്യം ഇപ്പോൾ വന്നത്? എല്ലാവരും നീ ചത്തു വീർക്കും, നീ ചോരതുപ്പും, നീ മരണം വന്നവനായി ചലനമറ്റവനായി നിലത്ത് വീഴുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇതിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളയുവാനുള്ള ബലം? ഗ്ലോറി ബി ടു ഗോഡ്. ഓരോ സൂത്രം എന്തു പറയും? ഞാൻ പോലും അറിയാതെ എന്നെ ക്രിസ്തുവിന്റെ ശിഷ്യനാക്കി മാറ്റിയ ആ ദൈവത്തിന്റെ പദ്ധതിയാ എന്റെ അവസാനത്തെ ശുശ്രൂഷയും. അതും സീസറിന്റെ മുന്നിലാണ്, റോമിലാണെന്ന് എന്നോട് അരുളി ചെയ്ത കർത്താവിന്റെ വാക്കിരിക്കെ ഞാൻ അണലിയെ എന്തിന് ഭയപ്പെടണം? പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവ വൈതലേ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി, എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി കർത്താവ് തീരുമാനിച്ചിട്ടില്ലേ? അവൻ നാളുകൾക്ക് മുന്നേ നിന്നോട് ചെയ്യാമെന്ന് ആണയിട്ട് പറഞ്ഞ ദൈവശബ്ദത്തിന്റെ കാതിലിരിക്കെ നീ ഭാരപ്പെടരുത്, സംശയിക്കരുത്. ദൈവമഹത്വം കണ്ണാലെ കണ്ട് വരും നാളുകളിൽ ദൈവം ഒരുക്കിയിരിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭാഗവാക്കാക്കി ക്രിസ്തുവിന്റെ സാക്ഷിയായ ദൈവം നിന്നെ ഉയർത്തുമെന്നതിന് സംശയമില്ല. കർത്താവിന്റെ വഴികളെ നീ സംശയിക്കരുത്. നിന്റെ ജീവിതത്തിന് നീ കൺക്ലൂഷൻ ഉണ്ടാക്കരുത്. കർത്താവ് നിന്റെ ബയോഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യട്ടെ. കർത്താവ് നിന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യട്ടെ. കർത്താവ് നിന്നെ എവിടെ സഞ്ചരിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അവൻ തീരുമാനിക്കട്ടെ. അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഞാൻ പറയട്ടെ, എവിടെ നിന്നാണ് നമുക്ക് ഈ സഞ്ചാരം വരുന്നേ? അത് പറഞ്ഞ് ഞാൻ എൻ്റെ വേഗത്തിൽ ഈ സന്ദേശം അവസാനിപ്പിക്കാം. എവിടെ നിന്നുമാണ് നമുക്ക് തൻ്റെ ഇടം വരുന്നേ? സ്തോത്രം. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാമേ. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ഈ കാര്യങ്ങളോട് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി തന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഒന്ന്, ഈ എലീശ പ്രവാചകന്റെ വിളിയെ നമുക്കൊന്ന് നോക്കണം. നമ്മളെ വിളിച്ച വിളിയും കൂടെ അതിനോട് ചേർത്തൊന്ന് ചിന്തിക്കണമേ. നമുക്കധികം സമയമില്ലല്ലോ. നമ്മളെ വിളിച്ചത് എപ്പോഴാണ്? ഒരുപക്ഷെ ക്യാമ്പസ് ക്രൂസറിന്റെ മീറ്റിംഗ് കേട്ടപ്പോഴായിരിക്കാം, ഭക്തവത്സലിന്റെ മീറ്റിംഗ് കണ്ടപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ജീസസ് കോൾസിന്റെ മീറ്റിംഗ് കേട്ടപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള റേഡിയോ പ്രോഗ്രാം, ആത്മീയാത്ര പോലുള്ള റേഡിയോ പ്രോഗ്രാം കേട്ട് വന്നവരുണ്ട്. സ്വർഗീയ വിരുന്നിലൂടെ ദൈവവിളി വന്ന് അനുഭവിച്ച് പെന്തക്കോസ് അനുഭവങ്ങളിൽ വന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ യോഗത്തിൽ, അല്ലെങ്കിൽ ഒരു ട്രാക്റ്റിലൂടെ, അല്ലെങ്കിൽ ഒരു പാട്ടിലൂടെ, അല്ലെങ്കിൽ ഒരു ആരും ആണെന്ന് അറിയത്തില്ലാത്ത ഒരു പാസ്റ്റർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ നിന്നോ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ ഇങ്ങനെ നിരവധി അനുഭവങ്ങളിലൂടെ കർത്താവിനെ കുറിച്ച് കർത്താവിനെ അറിഞ്ഞവരാണ് നമ്മുടെ എല്ലാം വിളിയെ നിങ്ങളൊന്ന് ഓർത്തോണം. നമുക്ക് ഈ എലീശയുടെ ദ കോളിംഗ് ഓഫ് എലീശ നമുക്കൊന്ന് നോക്കാമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം
എന്റെ 19 മുതൽ 21 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ we see a prophet, not a prophet actually, Elisha, an active man going the field with his parents. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. 12 കാളയെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിൽ പുള്ളിക്കാരനെ കയറിയിരിക്കുന്നത്. പുള്ളി പൊരിവെയിലത്തും കഠിനാധ്വാനം ചെയ്യുവാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ. സ്തോത്രം. ദൈവം ഒരിക്കലും ഈ ലുക്വയം ആയിട്ടുള്ള ആൾക്കാരെ ദൈവത്തിന് വേണ്ട കേട്ടോ. ലതാർജിക് ആയിട്ടുള്ള ആൾക്കാരെ കർത്താവിന് ഇഷ്ടമല്ല. അത് അത് സുവിശേഷ വേലയിലാണെങ്കിലും വിശ്വാസ ജീവിതത്തിലാണെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെ നമ്മൾ പറയാറില്ല. കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ആൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ നല്ല സ്മാർട്ടാണ് അവർ അല്ലെ, നല്ല സ്മാർട്ടാണ്. ഉറക്കം തൂങ്ങിയിരിക്കാറില്ല. അവരെപ്പോഴും ആക്റ്റീവാ. കളിക്കാനും പാടാനും കൊട്ടാനും ചിരിക്കാനും ഒക്കെ ആക്റ്റീവാ. അല്ല, ചിലരങ്ങനല്ല. അവർ ചർച്ചിൽ ആക്റ്റീവേ അല്ല. അവർ ആക്റ്റീവാണ് ഇവിടെ ഔട്ട്സൈഡ് ദ ചർച്ചസ്. അങ്ങനെയുള്ളത് ഈ കാലഘട്ടത്തിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ അലർട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹമാണ് ആര്? എലീശ എന്ന് പറയുന്നത്. അവൻ കാളയെ ഉഴുന്നുകൊണ്ടിരിക്കുക. വളരെ ശ്രമകരമായിരിക്കുന്ന ജോലി. അന്ന് കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പുരാതന പശ്ചിമേഷ്യയില് കൃഷി ഒരു വലിയ ജോലിയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം വെള്ളം കയറ്റിയിട്ടുള്ള പൂട്ടാവാം, അല്ലെങ്കിൽ വെള്ളമില്ലാത്തതാണെങ്കിൽ വളരെ ശ്രമകരമായിരിക്കുന്ന ജോലിയാണ്. കട്ട കുത്തി ഇങ്ങനെ മറിച്ചിടുക എന്ന് പറയുന്നത്. അതിന്റെ കറപ്പയുടെ പുറകിൽ കാല് വെച്ച് ചവിട്ടി നിന്നുകൊണ്ട്, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണാം. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അത് കാണാനുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്തേക്ക്, ശാഫാത്തിന്റെ മകനായിരിക്കുന്ന എലീശയുടെ അടുക്കിലേക്ക് എലിയാ പ്രവാചകൻ വന്നിട്ട് പറയുക, എന്നെ അനുഗമിക്കുക, പുറപ്പെടുത്തവന്റെ പുറത്തോട്ട് കിട്ടൂ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു പുതപ്പെടുത്തവന്റെ ദേഹത്തിട്ടിട്ട് പറയുക, എന്നെ അനുഗമിക്കുക. ഇങ്ങനെ ഒരു ആചാരമുണ്ട്. ഈ പ്രവാചകന്മാരെ അവരുടെ പുതപ്പ് എന്തിനേലും പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്, ദൈവത്തിനുള്ളതാണ് എന്ന് പറഞ്ഞ് വേർതിരിക്കണമെന്നുള്ളതായിരിക്കും ഒരു വിശ്വാസമൊക്കെ ഒന്നുണ്ട്. ആ സമയത്ത് കാളയുടെ മേത്തും പുതപ്പ് വീണില്ല, കലപ്പയുടെ മേത്തും പുതപ്പ് വീണില്ല, നിലത്തിലും പുതപ്പ് വീണില്ല. പുതപ്പ് വീണത് എലീശയുടെ ദേഹത്ത്. ഇന്നത്തെ പുതപ്പെല്ലാം വീഴുന്നത് അയ്യോ രസകരമാണ്. ഇന്നത്തെ പുഴപ്പ് വീഴുന്നത് ടാറ്റാ സഫാരിയുടെ നെക്സോണിന്റെയും അങ്ങനെയുള്ളതിന്റെ ഒക്കെ പുറത്താണ് വീഴുന്നത്. അല്ലെങ്കിൽ 5 സെന്റ് വസ്തു സിറ്റിയുടെ നടുക്ക് ഇരിക്കുകയാണ്. 12-15 കോടി രൂപ പറഞ്ഞിട്ടും കച്ചവടം നടക്കാതിരിക്കുന്നതിന്റെ പുറത്തോട്ട് പുറപ്പെടുന്ന വലിയവന്മാരുണ്ട് ഒക്കെ പറഞ്ഞ് ഞാൻ ആ ഭാഗം പെടുക. പക്ഷെ ഏലിയാവിന്റെ പുതപ്പ് ഇത്തരത്തിലുള്ള ഒന്നിലുമല്ല ചെന്ന് വീണത്. ഏലിയാവിന്റെ പുതപ്പ് ദൈവത്തിന്റെ ദൃഷ്ടി പതിച്ചവന്റെ മേലാണ്. അവന്റെ പേരാ എലീശ. നിങ്ങളറിയാം അവൻ എന്താ പറഞ്ഞതെന്ന്? അവൻ അടുത്ത നിമിഷം അവൻ പറഞ്ഞു, എനിക്ക് എന്റെ അപ്പനെയും അമ്മയും പോയി ചുംബിക്കണം എന്ന് പറഞ്ഞാൽ, I know that I'm gonna leave my family, I'm gonna leave my village, and I have to detach from my parents. Then only the will of this master will be fulfilled. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ഞാൻ ദൈവപുരുഷനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ ഞാൻ അറുത്ത് കളയണം. കുടുംബമായിക്കൊള്ളട്ടെ, അന്നത്തെ കാര്യം പറയുന്നതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അന്ന് കുടുംബം തടസ്സമാണെങ്കിൽ കുടുംബത്തെ മാറ്റി നടത്തണം. കൃഷി തടസ്സമാണെങ്കിൽ കൃഷിയെ മാറ്റി നടത്തണം. വേഷം തടസ്സമാണ് പോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റും. കുടുംബം ഒരിക്കലും ദൈവവേലയ്ക്ക് എതിരല്ല. കുടുംബമില്ലാതെ ദൈവവേല ചെയ്തതാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. അവൻ ആ കാര്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. എനിക്ക് എന്റെ മാതാപിതാക്കളെ ചുംബിക്കണം, ഞാൻ അവരോട് യാത്ര പറഞ്ഞിട്ട് വരാം. എലീശ അനുമതി കൊടുക്കുക. അവൻ എന്താ ചെയ്തേ? അവൻ അവരെ പോയി ചുംബിച്ചു വരുന്നു. അതിനു മുമ്പേ ആ കാളയെ കൊന്ന് കലപ്പയും വണ്ടിയും എല്ലാം കൂടെ യാഗപീഠത്തിന്റെ മുകളിൽ വിറക് പോലെ അടുക്കിയിട്ട് കാളയെ അതിന്റെ മുകളിൽ ഖണ്ഡമായി നുറുക്കി യാഗം കഴിച്ചു. എല്ലാവർക്കും നല്ല ഒന്നാന്തരം പൊളപ്പൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഭോജനം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടിയാ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നത്. താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അവിടെ കൊണ്ട് തീർന്നു. അവിടെ കൊണ്ട് തീർത്തിട്ട് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു പുതിയ പെഹച്ചാൻ, അതിനുവേണ്ടി തയ്യാറായി എലീശ ഇറങ്ങുക. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്താൽ വിളിക്കപ്പെട്ടവനുമായിരുന്നു. നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഞാൻ എന്തുകൊണ്ട് ദൈവവേദനായി? ഞാൻ ഒരു കൺവെൻഷൻ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു കൊടുങ്കൂര മഴയത്ത് 10 മിനിറ്റ് പാസ് പ്രസംഗിച്ചപ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തുകൊണ്ട് ഞാൻ കൈവക്കിയതുകൊണ്ട് ദൈവത്തിലായെന്നല്ല പറയട്ടെ. എന്റെ ദൈവം ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവന്റെ കണ്ണന്റെ മേൽ വന്നതുകൊണ്ട്
അവിടുന്ന് തുറക്കണം ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയ. എന്നാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇതുപോലൊരു മനുഷ്യൻ പടകവും വലയും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. എന്നാൽ സംഗതി കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു അവസ്ഥയായപ്പോൾ കർത്താവും മരിച്ചു. അവനെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല. യഹൂദന്മാരെ പേടിച്ചും ഭയപ്പെട്ടും കഴിഞ്ഞ 2-3 ദിവസം മുന്നേ നടന്നായിരിക്കുന്ന കോലാഹലങ്ങളും ഭീതിജനകമായ അവസ്ഥകളും എല്ലാം കേട്ടും ഭയന്നിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ എഴുതിട്ട് ബോറടി മാറ്റാൻ പത്രോസ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ, നിങ്ങളാരും വരുന്നുണ്ടോ? പടകും വലയും വിട്ട പത്രോസ് രണ്ടാമതും പടകും വലയും എടുക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ എലീശായുടെ വിളിയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അവൻ അവിടെ കലപ്പയും കാളയും കൃഷിയും കണ്ടവും അപ്പനും അമ്മയും കുടുംബവും കളഞ്ഞിട്ടാണ് എങ്ങോട്ട് വരുന്നത്? വയലിലേക്ക് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, തിരിച്ചു പോകുവാൻ യാതൊരു സാധ്യതയും സൃഷ്ടിക്കാതെയാണ് ആര്? എലീശ തന്റെ യജമാനന്റെ പുറകെ അല്ലെങ്കിൽ ദൈവവിളിയെ പിൻചെല്ലുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിളിയാനുള്ള ആശ, ഞാൻ എന്തിനായി വിളിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം നമ്മളിൽ ആഴമായി വർദ്ധിക്കുന്നുണ്ടെന്ന് സംശയമില്ല. 2, he was a man with a unique desire, maybe a strange desire, maybe an abnormal desire. ശലോമോനോട് ചോദിച്ചു ദൈവം, അവൻ ആരാധന ശേഷം ദൈവം അവന്റെ ആരാധനയെങ്കിൽ പ്രസാദിക്കപ്പെട്ടത് കൊണ്ട് അവൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ അവൻ പറഞ്ഞത്, എനിക്ക് ജനത്തെ നയിക്കാൻ ആയിട്ടുള്ള പരിജ്ഞാനമാണ് എനിക്ക് വേണ്ടത്. അതവന് കൊടുത്തു. ജനത്തെ നയിക്കാൻ, പൊളിറ്റിക്സ് ചെയ്യാനുള്ളതായിരിക്കും, രാജനീതി നടത്തുവാനുള്ളതായിരിക്കും, ഡിപ്ലോമാറ്റിക് ആകാനുള്ള എല്ലാ കൃപയും കൊടുത്തു, കൂടെ സമ്പത്തും കൊടുത്തു. നോക്കുക, ഈ മനുഷ്യന്റെ ഒരു യുണീക് ഡിസയർ എന്താണെന്ന് അറിയാമോ? 2 രാജാക്കന്മാർ 2:9 നമ്മൾ കാണുന്നുണ്ട്. എലിയാവ് ചോദിക്കുക, മകനെ, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ എലീശ പ്രവാചകൻ പറയുക, യജമാനനെ, എനിക്ക് നിന്നിലുള്ള ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. പണ്ട് അപ്പച്ചന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് അപ്പച്ചന്മാര് കൊച്ചുമക്കൾ, ആൺമക്കളുള്ളതായിരിക്കുന്ന പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചു, ഇന്നങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പാസ്റ്റർമാര് ആയിരിക്കുന്ന അപ്പച്ചന്മാര് മരിക്കുമ്പോൾ കൊച്ചുമക്കൾക്ക് അദ്ദേഹത്തിന് ബൈബിള് സമ്മാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറയും, മോനെ, അപ്പച്ചന്റെ ഈ ബൈബിള് നീ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അപ്പച്ചനേക്കാളും മിടുക്കനായ ശുശ്രൂഷകനായ നീ മാറണം. ഇങ്ങനെയുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. സ്തോത്രം. ഇന്നെന്നാൽ ഇത്തരത്തിലുള്ള ഡിസൈഡ്സ് ഒന്നും പേരൻസിനില്ല. ദൈവമക്കളെ, ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, ഞാൻ പഠിച്ച സെമിനാരി അടക്കം പലയിടങ്ങളിൽ ദ ക്രീം എന്നൊക്കെ പറയാൻ പറ്റുന്ന, അത്ര എക്സലന്റ് ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള സെമിനാരിയൻസ് ഇല്ല. ഇന്ന് സെമിനാരികളിൽ പലയിടങ്ങളിലും പണ്ടുണ്ടായിരുന്നതിന്റെ പകുതി പോലുമേ ആൾക്കാരുള്ളൂ എന്ന് നമ്മൾ ദുഃഖത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവകൃപയ്ക്കോ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാകുവാനോ ഏറ്റവും നല്ല യോഗ്യതയുള്ള ആൾക്കാർ വരുന്നില്ല എന്നുള്ളത്. പിന്നെ വന്നിട്ട് അക്കരെ ചാടിപ്പോയ ഒത്തിരി ആൾക്കാരെയും എനിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. സുശേഷ വില മാറ്റി വെച്ചിട്ട് പോയവരുമുണ്ട്. അവരൊക്കെ സെമിനാരിന്റെ ചോറ് തിന്നത് എന്തിനാണെന്ന് ഞാൻ ചില സമയത്ത് ഓർക്കാറുണ്ട്. ആരെയും വേദനിപ്പിക്കാൻ പറയുകയില്ല, ദുഃഖം കൊണ്ട് പറയുകയാണ്. കാരണം ഇപ്പോഴും നോർത്ത് ഇന്ത്യ, ഞാൻ നിൽക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് സുവിശേഷ വിലയ്ക്കായി വരാൻ ആളില്ല. എന്നാൽ UK-യിലോ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ സുവിശേഷ വിലയ്ക്കാണെങ്കിൽ ഇന്നലെ BD-യും MD-യും ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവകൃപയുടെ ഭാഗമാകുവാൻ, ദൈവിക പദ്ധതിയുടെ ഭാഗമാകുവാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ആത്മാവിന്റെ ഇരട്ടിപ്പങ്കിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. I need the double portion of your power, your anointment. നമുക്കും ഈ ഒരു ആഗ്രഹം വേണം കേട്ടോ. നമ്മുടെ നാവിന് താഴേക്ക് ഇറങ്ങിപ്പോയാൽ വിസർജ്യമായി പോകുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടവും ചാട്ടങ്ങളും ഒക്കെ വിശ്വാസി ലോകം നിർത്തണം.
ഈ ലോകത്തിൽ തീരുന്ന മിന്നുന്നതും തിളങ്ങുന്നതും അല്ലെങ്കിൽ വിലയുള്ളതുമായ കാര്യാദികൾക്ക് വേണ്ടി ഓടി അമൂല്യമായ ഈ ആത്മാവിന് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെ തുച്ഛീകരിച്ച് കളയരുത് എന്നുള്ളതായിരിക്കുന്ന ദിശാബോധം നമ്മളെല്ലാവരും നിലനിൽക്കണം. ബൈബിൾ നമ്മളെ നിരന്തരം അതാണല്ലോ പഠിപ്പിക്കുന്നത്. ഈ മീറ്റിങ്ങിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണല്ലോ. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് ഞാൻ പറയട്ടെ, ഈ മനുഷ്യന്റെ ഇഷ്ടമാണ് എന്ത്? എനിക്ക് നിന്നിലുള്ളതായിരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. പറയുകയാണ്, നീ ചോദിക്കുന്ന കാര്യം ഇതൊരു ഖ്വാസായാണ്. ഖ്വാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രായ ഭാഷയിലെ ഡിഫിക്കൽട്ട് തിങ്, ചെയ്യാൻ പറ്റാത്ത കാര്യം. It may be an impossible thing, or it may not be a thing that shouldn't be happen. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ അതിനുവേണ്ടി അവൻ കാത്തിരിക്കുക. എന്താണെന്ന് അറിയാമോ? എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ഞാൻ ആ ഭാഗം എങ്ങനെ ഒന്ന് പറയട്ടെ. ഏലിയാവിനെ തന്റെ കണ്ണിൻ മുമ്പിൽ ഒരു തീഗോളം പോലെ ഇറങ്ങി വന്ന് എന്തിലോ ഒന്നിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ എലീശ പ്രവാചകൻ ഇടനെഞ്ചു പൊട്ടി അവന്റെ വസ്ത്രം വലിച്ചു കീറി. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവരെ. അടുത്ത നിമിഷം അവന് മനസ്സിലായി, തന്റെ പ്രാർത്ഥനയുടെ ഉത്തരം തനിക്ക് കിട്ടിയില്ല. താൻ ഒന്നിച്ചാണ് യോർദാൻ കടന്ന് യജമാനനൊപ്പം ഇവിടെ വന്നത്, ഇനി തിരികെ തന്നെ നടന്നു പോകണം. ആ നിമിഷം അവൻ മനസ്സിലായത് താൻ നഗ്നനാണെന്ന്. എന്താ കാര്യം? വസ്ത്രം വലിച്ചു കീറി. ഇനി താഴേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ എന്ത് വേണം? നഗ്നത മറച്ചു പോകണം. അപ്പോഴാണ്, നിങ്ങളെ ഭാഗം ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ പടത്തിൽ കടന്നവരെ പറന്ന് പുതപ്പ് ദേഹത്ത് വീഴുമല്ലായിരുന്നു. വസ്ത്രം വലിച്ചു കീറിയ നിമിഷമാണ് എന്ത് സംഭവിച്ചത്? കൃപയുടെ പുതപ്പിലേക്ക് കണ്ണു പോകേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായോ? ദൈവകൃപ എപ്പോഴാണ് നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആ വാക്യം അതിന് തെളിവ് തരുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ സുന്ദര കുട്ടപ്പനായി, ഏബിളായി, അപ്രീസിയബിളായി, ഏറ്റവും ഹാൻസം ആയി, ലുക്കിംഗ് ഗുഡ് ആക്കിയൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതിനെ വലിച്ചു കീറണം. എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകൾ കൃപയുടെ പുതപ്പിലേക്ക് പോകത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സമയമില്ല, ഇനി ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. അടുത്തത്, സോ ഹി ഹാസ് എ യുണീക് കോൾ, ദെൻ ഹി ഹാസ് എ യുണീക് ഡിസയർ, and he costumed the grace. അതാണ് വായി, ഞാൻ അവിടെ പറഞ്ഞ് നിർത്താമേ. He costumed the grace. അവൻ കൃപയെ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിച്ചു. എങ്ങനെയാ ധരിച്ചത്? ഇതിപ്പോ ആ ഭാഗത്തുള്ളത് കൊണ്ട് അറിയാമല്ലോ. തന്റെ വസ്ത്രം കീറിപ്പോയി, പക്ഷെ ഇപ്പൊ കൃപയുടെ പുതപ്പുമായി യോർദാനെയും പിളർന്നിട്ട് പ്രവാചക ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നപ്പോൾ അവർ കണ്ടു ഏലിയാവിന്റെ മേലുള്ളതായിരിക്കുന്ന അഭിഷേകത്തോടെ ഇവൻ വന്ന് നിൽക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാ. പക്ഷെ സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റിയെ ഒരു കോതമ്പ് മണി നിലത്ത് വീഴുന്നത് പോലെ, അത് മരിച്ച് ഇല്ലാതായിത്തീരുന്നത് പോലെ ഇല്ലാതാകുവാൻ കാലി കർനെ കെ ലിയെ തയ്യാർ ഹൈ തോ ഇഫ് യു ആർ റെഡി ടു empty yourself, then you will receive that blanket of grace. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കൃപ പൊതിഞ്ഞവനായി അല്ലെ കൃപ ധരിച്ചവനായി നടക്കുന്ന എലീശയുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ എന്നോട് കൂടെ ചിന്തിക്കണമേ. ഞാൻ ഇപ്പോൾ തന്നെ നിർത്താം. എലീശ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകനായിരുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ നേതാവുമായിരുന്നു. അവരുടെ വേഷം എന്ന് പറയുന്നത് വട്ടക്കഴുത്തുള്ളതായിരിക്കുന്ന ഒരു കുപ്പായം, ഈ കൈയുടെ മുട്ടിന് തൊട്ട് താഴെ വരെ വരും. കാലിന്റെ മുട്ടിന് താഴെ കണ്ണയ്ക്ക് മേളിലായിട്ട് അവസാനിക്കുന്ന ഒരു 3/4 പോലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു കുപ്പായം, അതാണ് അവരുടെ വേഷം. കാലില് തോല് കൊണ്ടുള്ള വാറ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഒരു പൊക്കണം അല്ലെങ്കിൽ ഒരു സഞ്ചി, ഒരു തോൽവാറ് കൊണ്ടുള്ള ഒരു സഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. ചിലപ്പോഴാണെങ്കിൽ ഒരു മേൽമുണ്ട് പോലെ എന്തെങ്കിലും തലയിൽ ഇരിക്കും. ഇതാണ് ആ മനുഷ്യന്റെ ഇവരുടെ വേഷഭൂഷാദി എന്ന് പറയുന്നത്. ഇവൻ ധരിച്ചത് വസ്ത്രത്തെക്കാൾ ഉപരിയായി കൃപയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. 3 കാര്യം ഞാൻ പറഞ്ഞ്, he had a unique call on, then he was a man with a unique desire and he costumed grace. അതാണ് തേർഡ് പോയിന്റ്. അവൻ കൃപ ധരിച്ചവനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുവരിൽ കൃപ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വേഷം മാറി. പണ്ടത്തെ ഏതാ കൃഷി, കണ്ടത്തിലെ ചെളിയൊന്നും ഇപ്പൊ ഇല്ല, കണ്ടത്തിലെ ഭാഷയും ഇല്ല.
കണ്ടത്തിലെ ജീവിതം മാറിയിട്ട് കുറച്ച് അടുക്കും ചിട്ടയുള്ള ജീവിതം എവിടെ വന്നു? എലീശയുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. അടുത്തത്, ഇപ്പോൾ അവൻ കൃപ പുറച്ചവനായി വന്നിരിക്കുകയാണ്. നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സമയമില്ല, ഒന്ന് നോട്ട് ചെയ്തേക്കുക. 2 രാജാക്കന്മാർ 2:24. എലീശ പ്രവാചകൻ കയറി വരുന്നത് കണ്ടപ്പോഴേക്കും കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, മൊട്ടത്തലയാ കയറി വാ. കൊച്ചുപിള്ളാരാ കളിയാക്കി വിട്ടു. മൊട്ടത്തലയാ കയറി വാ. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മൊട്ടത്തലയ എന്നുള്ളിടത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെറിയേച്ച് എന്നാണ്. കെറിയേച്ച് 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 എന്ന എബ്രായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൾഡ് എന്നല്ല, ചാണ എന്നല്ല യഥാർത്ഥം. അത് സെക്കൻഡ് ഓപ്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്നാണ് മെയ്ഡ് ഹിം ബാൾഡ് എന്ന് പറഞ്ഞാൽ മുടി വടിച്ചു കളഞ്ഞവൻ, മുടി പച്ച വെട്ടിയവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്താണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്? എടാ, പുതിയ ട്രെൻഡിന്റെ പുറകെ പോകുന്നവനല്ല ദൈവപുരുഷൻ. ഹല്ലേലൂയ. ഒരു ടാസ്ക് ഫോഴ്സിൽ, പോലീസിലും NAPD-യിലും ഒക്കെ ഉള്ളതുപോലെ ടാസ്ക് ഫോഴ്സിലുള്ളവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു ഡെക്കോറം ഉണ്ട്, കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, യൂണിഫോം ഉണ്ട്, അവർക്കൊരു ഹൈറാർക്കി ഉണ്ട്. അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവപുരുഷൻ, ഒരു ദൈവമൈതൽ അങ്ങനെ ആയിരിക്കണം. എല്ലാം ചെയ്യുവാൻ അനുവാദമുണ്ട്, പക്ഷെ എല്ലാം ആത്മീയവർദ്ധനവിനുള്ളതല്ലെന്നും മനസ്സിലാക്കി ചിലതിൽ നിന്നും മാറി നിൽക്കുവാനുള്ളതായിരിക്കുന്ന തന്റെ ഇടം ഉണ്ടാവണം. അങ്ങനെയുള്ളവൻ വിളിച്ചു പറയും, ഞാൻ അറിയുന്നു എന്നോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവൻ. 13-ാം അധ്യായം 22, 20, 24 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എലീശ പ്രവാചകന്റെ മരണം. മരിച്ചു കിടന്നവന്റെ ശരീരത്തിൽ, മരണപ്പെട്ടു പോയ ദൈവപുരുഷന്റെ ശരീരത്തിൽ ഒരു ഭടൻ, ചട്ടഭടന്റെ ശരീരം വന്ന് വീണപ്പോൾ അവൻ കാലൂന്നി എഴുന്നേറ്റ് വന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ പ്രഭാതത്തിൽ, ഈ ധ്യാനത്തിൽ ഞാൻ ഒത്തിരി ഒച്ച വെക്ക് ആത്മീയമായ ആ സന്തോഷത്തോടെ പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ പ്രഭാതത്തിൽ എന്നെ കൊണ്ടും അത്രയും ശബ്ദമെടുത്ത് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ വളരെ ചുമയാലൊക്കെ ആയിട്ടായിരിക്കുകയാണ്. എങ്കിലും എന്നോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ വിശ്വാസത്തോടെ പറ, നിന്നെ അവൻ യുണീക്കായിട്ടല്ലേ വിളിച്ചത്? വളരെ അസാധാരണമായ രീതിയിലല്ലേ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ അവന്റെ സ്വന്തമാക്കാൻ വേണ്ടി നിന്നെ വിളിച്ചത്? അങ്ങനെയല്ലേ? നിനക്ക് യുണീക്കായിരിക്കുന്ന ഒരു ഡിസയർ ദൈവം തന്നില്ലേ? നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു ദൈവകൃപയുടെ താല്പര്യം നിന്റെ ഉള്ളിൽ ജനിപ്പിച്ചത് കർത്താവാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ നാളുകളിൽ ഉത്തരം തന്നത് സ്വർഗത്തിലെ പിതാവാണെങ്കിൽ, നീ ഭാരപ്പെടണ്ട കേട്ടോ. ഒരു സൈന്യം വന്നിറങ്ങിക്കോട്ടെ, പക്ഷെ പട്ടണത്തെയും മലയെയും കവർ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് ഉയരത്തിൽ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ഭാരപ്പെടരുത്, ഭയന്നു പോകരുത്. നിന്നെ ലജ്ജിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ അറിയുന്നില്ല നീ സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നു എന്ന് ഉള്ള കാര്യം. ആയതുകൊണ്ട് ഉറയ്ക്കുക, ഈ സൈന്യത്തിന് നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ നിഴൽ പോലും നിന്റെ മേൽ അറിയത്തില്ല. നീ വില്ലുകുലയ്ക്കണ്ട, നീ കുന്തമറിയണ്ട, നീ വാളുയർത്തണ്ട, നീ മുട്ടുമടക്കിക്കും. അവരിൽ ഭിന്നിപ്പുണ്ടാക്കി ഘോരമായി വന്നതിനെ വെറും പുക പോലെ പറപ്പിച്ചു കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കണ്ണാലെ ഈ ദിവസങ്ങളിൽ കാണും. ആകയാൽ വിശ്വസിച്ചു കൊള്ളുക, നിന്നെ യുണീക്കായി വിളിച്ച കർത്താവ്, നിനക്ക് യുണീക്കായി ഡിസയർ തന്ന കർത്താവ്, ഗ്ലോറി, നിന്നെ കൃപയുടെ പുറപ്പ് തന്ന് നിന്നെ നടത്തിയ കർത്താവ് നിന്നെ മാനിക്കും, അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. കൃപയോടെ ആമേൻ അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊള്ളുക. ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവുള്ളവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവർക്കും പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ടവർക്കും പ്രിയ സന്ദേശമുള്ളതായ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവവല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രൂശിലാഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങെത്ര മഹാനാണ് കർത്താവേ. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു യു ഗോഡ്. ദൈവത്തിന്റെ എല്ലാ കൃപ, കരുണ, വായ്പകൾക്കായി സ്തോത്രം, എല്ലാ ആശ്വാസ കാലങ്ങൾക്കായി സ്തോത്രം. പലപ്പോഴും കർത്താവേ ആമേൻ സാഹചര്യങ്ങൾ കണ്ടിട്ട് അവിശ്വാസം വരുന്നതായിരിക്കുന്ന ആമേൻ കർത്താവ് ഒരു അനുസരണക്കേടിന്റെ ആമേൻ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കർത്താവ്. വിശ്വാസം വലിയ പാപമാണെന്ന്, അതിന് വലിയ ആമേൻ കർത്താവ് ന്യായവിധി ഉണ്ടെന്ന് യൂദായുടെ ലേഖനത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ടപ്പാ. ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ളതായിരിക്കുന്ന കെണികളിൽ നിന്ന് മാറി ജീവിക്കുവാൻ ഒരിക്കൽ കൂടെ അബ്രഹാമിനോട് അബ്രഹാമിനെ കുറിച്ച് ദൈവമേ യിശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തു, അബ്രഹാമെ നിന്നെ വെട്ടിയെടുത്ത പാറകളിലേക്ക് കുഴിച്ചെടുത്ത ഖനിഗർഭങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നു.
ഞങ്ങൾ ക്രിസ്തീയ സന്തോഷം അനുഭവിച്ച ദിനങ്ങൾ, ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞ തുള്ളിച്ചാടി ആരാധിച്ച ദിനങ്ങൾ, കർത്താവെ അങ്ങയുടെ ശരീരവും രക്തവും സംബന്ധിച്ച കൂട്ടായ്മ ആചരിച്ച് ആത്മാവിൽ വളർന്ന ദിനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നത് കർത്താവെ. അതിൽ നിന്ന് ഒരു പടി പോലും ഞങ്ങൾ പിന്നോട്ട് പോകുവാൻ ദൈവം അനുവദിക്കരുത് കർത്താവെ. ഗഹസിയെ പോലെ കർത്താവെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുവാനല്ല, ഫിയർഫുൾ ആയി തീരുവാനല്ല കർത്താവെ. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവന്റെ വിശ്വാസത്തിൽ ഭയചികിതരായി മാറുവാനല്ലല്ലോ. ആമേ കർത്താവെ, ആമേ കർത്താവെ, ആമേ ആമേ ദൈവമേ, ആമേ ദൈനംദിനമായിരിക്കുന്ന ജീവിതങ്ങൾക്ക് ആവലാദികൾക്ക് പെട്ടിട്ടും ആമേ കർത്താവ് രോഗമോ ഭാരമോ പ്രയാസങ്ങളോ കൊണ്ടുവരുന്നതായിരിക്കുന്ന അവന് വലിയമായിരിക്കുന്ന ആമേ കർത്താവെ, അവന് ഉഴൽച്ചകളെ കർത്താവെ അനുഭവിച്ചും ഞങ്ങൾ പിന്നോട്ട് പോകുവാനല്ല കർത്താവെ. ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികൾക്കാൾ വലിയവനായൊരു ദൈവം എനിക്കുണ്ട്. അയാൾ പ്രതിസന്ധിയല്ല, വലിയവനായ ദൈവമാണ് എനിക്കെല്ലാം എന്ന് ഉറച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. അമ്മേ കർത്താവെ, ഈ അമ്മേ ഈ കർത്താവെ, ഈ സംഘടനയെ കർത്താവെ, ഈ ഒരു ഗ്രൂപ്പിലെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് നല്ല ആരംഭങ്ങളെയും നല്ല തീരുമാനങ്ങളെയും അവൻ നല്ല സമർപ്പണങ്ങളെയും കാണുന്നുവല്ലോ. ഈ ധ്യാനം വൈകുന്നേരത്തെയും രാവിലത്തെയും ഉള്ളതായിരിക്കുന്ന കൂട്ടായ്മകൾ അനേകരുടെ ഹൃദയങ്ങളിൽ ആത്മീയ സന്തോഷം വിതയ്ക്കുന്നതിന് കാരണമായി തീരണം. നീ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. രാവും പകലുമായി അവരായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. അവരുടെ യാത്രകളിൽ തിരുകൃപ കൂടെ ഇരിക്കണം. അമ്മേ കർത്താവെ, അവരുടെ ആയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും കർത്താവിന്റെ കൃപ ഉണ്ടായിരിക്കണം. അവർ വാഹനം ഓടിക്കുമ്പോൾ അമ്മേ തീയോ ഇലക്ട്രിസിറ്റിയോ മറ്റു ഊർജ്ജങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ ഉണ്ടാകണം. ദുഷ്ടലോകത്തിന്റെ നടുവിൽ അവർ സഞ്ചരിക്കുമ്പോൾ യാതൊരു ആപത്തും അനർത്ഥങ്ങളും ഉണ്ടാകരുത്. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ കൃപയിൽ അങ്ങ് സൂക്ഷിച്ചുകൊള്ളണം. രോഗത്താൽ ഭാരത്താൽ ക്ഷീണത്താൽ ആരെങ്കിലും ഇന്ന് അമ്മ കർത്താവെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ അവരുടെ മേൽ ആണിപ്പെടുത്തേറ്റ കരത്താലുള്ള സ്പർശനത്താൽ സൗഖ്യം ദൈവം കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതം ദൈവം ചെയ്തതിനാൽ സ്തോത്രം. പ്രസംഗിച്ച അടിയനെ അമ്മ എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ ദൈവങ്ങൾ തരുന്നു. അത് നല്ല സമയത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനകത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.